ഹായ് നമസ്കാരം. എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തുടർന്നു കൊണ്ടേയിരിക്കും, തുടർന്ന് പോകണം അല്ലേ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല എന്ന് പറഞ്ഞു തരാം. ഒന്നുമല്ല, തരുൺ മൂർത്തിയുടെ മോഹൻലാലിൻ്റെ സിനിമയുടെ പേരാണ് തുടരും. അത് തുടർന്നു കൊണ്ടേയിരിക്കും. ആര്? മോഹൻലാൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് ഒരു ചെറിയ കുട്ടി അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് സിനിമ കാണുന്നുണ്ട്. അപ്പം മോഹൻലാലിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന രംഗമുണ്ട്. അപ്പോൾ ആ രംഗത്തിൽ ഈ കുട്ടി അത് കണ്ടിട്ട് ഈ കുട്ടി എന്താക്കി, ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ട് അച്ഛനോട് പറയുന്നത്, അതെന്തിനാ മോഹൻലാലിനെ പിടിച്ചു കൊണ്ടുപോയത്, അവരല്ലേ എന്നൊക്കെ കാര്യമുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്കും. ചെറിയ കുട്ടികൾ മുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് മോഹൻലാലിനെ. പക്ഷെ അത്രയും നല്ല സിനിമയാണ്, അത്രയും നല്ല കഥയാണ്, അഭിനയമാണ്. മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ഇനിയും കാണണമെങ്കിൽ ഞാൻ കണ്ടിട്ട് ഒരു തെറ്റും അത് സിനിമയിൽ പറയാനില്ല, ഒരു നെഗറ്റീവും പറയാനില്ല. ചെറിയൊരു ഇതുണ്ട്, അത് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അത്ര എല്ലാ A to Z ഈ സിനിമ സൂപ്പർ ഹിറ്റാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ പിന്നെ ഈ സിനിമയ്ക്ക് ഒരു അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടേണ്ടതാണ്. കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാൻ സാധ്യതയെന്നല്ല, ഉറപ്പായിട്ടും കിട്ടും. അത്രയും നല്ല പെർഫോമൻസാണ്, അഭിനയമാണ്. ഓരോ ആംഗിളിൽ നിന്നുള്ള ആ അഭിനയം എല്ലാം കൊണ്ടും ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല കഥയാണ്, എല്ലാം ഉണ്ട്. പാട്ട്, ഫൈറ്റ്, ഓരോ സീനുണ്ട്, കരയുന്നതുണ്ട്. അതെല്ലാം എടുത്ത് പറയേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആദ്യം കാണുക എല്ലാവരും. അത്രയും അതിമനോഹരമായ സിനിമയാണ്. അപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ജനങ്ങൾ, കുടുംബ പ്രേക്ഷകർ ഒഴുകുമെന്ന് ഇപ്പോൾ തിയേറ്ററിൽ ബുക്ക് ചെയ്ത് കിട്ടാനില്ല. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും കൂടി കാണണം ഈ സിനിമ. അത്രയും മനോഹരമായിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള എല്ലാ തിയേറ്ററിലും കളിക്കുന്നുണ്ട്. എല്ലാ തിയേറ്ററിലും പിന്നെ ഇതാ കളിക്കുന്നത്. 1-2 തിയേറ്ററിലോ മറ്റ് സിനിമകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളിപ്പം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരിലെ ഏത് തരം ആൾക്കാരില്ല, പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ, പ്രായമുള്ളവർ, എല്ലാവരും ഈ സിനിമയെ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതുപോലുള്ള മലയാള സിനിമകളാണ് വേണ്ടത്. അല്ലാതെ വലിയ ബഡ്ജറ്റിൽ വലിയ എന്താ പറയണ്ടേ, ഫൈറ്റ് അല്ലേ, വെടിവെപ്പ്, ഇതൊക്കെയൊന്നും അല്ല വേണ്ടത്. അത് വേണ്ടെന്നല്ല. എന്നിരുന്നാലും നമ്മളെ തനി കേരളത്തിൻ്റെ ഗ്രാമഭംഗി ഉണർത്തുന്ന നല്ല കഥകൾ, വ്യത്യസ്തമായ കഥകൾ, കാഴ്ചകൾ, ബാക്ക്ഗ്രൗണ്ട് അല്ലേ, നാടൻ കാഴ്ചകൾ, അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടും, നല്ല കഥയും കാര്യങ്ങളും വ്യത്യസ്തമാകുമ്പം നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ കൂടുതലും ഇതേപോലുള്ള നാടൻ ഗ്രാമഭംഗി ഉണർത്തുന്ന നാട്ടിലെ കാഴ്ചകൾ പറയുന്ന, നാട്ടിലെ കഥകൾ പറയുന്ന, നാടൻ കഥകൾ പറയുന്ന സിനിമകളാണ് ഇഷ്ടം. അത് ഈ സിനിമയിലെ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. അത് സത്യം തന്നെയാണ്. പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മുഖത്ത് വരുന്ന എക്സ്പ്രഷനിൽ അതിഭയങ്കരമാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഇതിൻ്റെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. എന്താ പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. ശോഭനയും മോഹൻലാലിൻ്റെ ആ കോമ്പിനേഷൻ നമുക്ക് പഴയ സിനിമയെല്ലാം കാണാൻ പറ്റും. അതും ഇവർ രണ്ടുപേരെയും കാണുമ്പം അതിമനോഹരമാണ്. പിന്നെ എടുത്തു പറയത്തക്ക ആ പുതിയൊരു നടനാണ് ആ വില്ലനായിട്ടുള്ളത്. ആ വില്ലൻ കഥാപാത്രം അദ്ദേഹം ചെയ്തത് ഫസ്റ്റ് സിനിമ ചെയ്യുന്നത് പോലെയല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്ത പോലെയുണ്ട്. അതായത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് ഈ തുടരും എന്ന സിനിമയിൽ ഈ വില്ലനായിട്ട് വന്നതല്ല. ഈ ഒറ്റ സിനിമ, ആദ്യ സിനിമയാണ് അയാളുടെ. അപ്പോൾ അത്രയും നല്ല പെർഫോമൻസാണ് അയാൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ നടന്മാരും അതിനനുസരിച്ച് നല്ല അഭിനയങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് വേണം, കുടുംബസമേതം പോയി കാണണം. അല്ലാതെ ഒറ്റക്കും പോയിട്ട് കാണണം. വീണ്ടും കാണാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്നല്ല, ഇഷ്ടപ്പെട്ടിരിക്കും. അതാണ് ഈ സിനിമ. മോഹൻലാലിൻ്റെ സിനിമ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്, മോഹൻലാൽ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ശ്രീ മോഹൻലാലിന് നമുക്ക് കൊടുക്കാം. ഇനിയും ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര
ഉയരങ്ങളിലെത്തട്ടെ. അദ്ദേഹത്തിന് ഇതുപോലെയുള്ള സിനിമകൾ എടുക്കാനുള്ള പ്രചോദനമാകട്ടെ എല്ലാവർക്കും. അതേപോലെ തന്നെ തരുൺ മൂർത്തി എന്ന സംവിധായകനും ബിഗ് സല്യൂട്ട്. അത്രയും മനോഹരമായിട്ടുണ്ട്. ഇനിയുള്ള കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ ഇതുപോലെയുള്ള നാടൻ കഥകളുമായിട്ട് മോഹൻലാൽ തിരിച്ചു വരട്ടെ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.